ഈ ആദർശത്തിലൂന്നി ഒരു രാഷ്ട്രീയം സാധ്യമല്ല. ആദർശത്തിലൂന്നി കേരളത്തെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ അപകടം ഒന്നതാണല്ലോ. അവരിങ്ങനെ പറയുന്നതെന്നല്ലാതെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജിൽ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് അവർ വെറുതെ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ രാജ്യത്ത് പൊതുമുഖത്തോട് അത് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്ലാമിക ഭരണം, ദൈവഭരണം എന്ന് പറയുന്ന ഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതവരുടെ അടിസ്ഥാന ഘടക. ഇന്നിപ്പോൾ അതൊക്കെ ഒരു മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അബുൽ മൗദൂദി എന്ന് പറയുന്ന ആളുടെ ഒരു ചിന്ത മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർ തള്ളിപ്പറഞ്ഞു. അവർ തള്ളിയും പാടില്ല. അപ്പോൾ മുജാഹിദാണെങ്കിൽ തന്നെ പല കഷ്ണങ്ങളായി അവർ പിരിഞ്ഞു. ആരാധന വിഷയത്തിൽ നമ്മൾ മുശ്രിക്ക് എന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്ന്, ഇപ്പം മഹാന്മാരായ ആൾക്കാരെ വാസിത്ത മീഡിയേറ്ററാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു ഉദാഹരണം പറയാം. ബദരീങ്ങളുടെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് അതെ ഓസായിത്ത്. അപ്പം ബദരീങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ഞങ്ങൾക്കിനി പുറത്ത് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ വിഷമങ്ങൾ തീർത്തു തരണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ആരാധനയാണ്. ആരാധനയും ബഹുമാനവും രണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്.